1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമം അഥവാ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ഓഫ് 1989 പ്രധാനപ്പെട്ട ചില നിയമങ്ങളെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സും അതിന്റെ തുടർച്ച തന്നെയാണ്. PSCയുടെ ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇലേൺ PSC എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിനീത്. ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. റൂൾ നമ്പർ 17A, റൂൾ നമ്പർ 17A ആണ് പഠിക്കുന്നത്. അതായത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 റൂൾ നമ്പർ 17A എന്താണെന്ന് നോക്കിക്കേ. പെർമനന്റ്ലി സറണ്ടറിങ് എ ക്ലാസ് ഓർ ക്ലാസസ് ഓഫ് വെഹിക്കിൾ ഫ്രം ദി ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് പെർമനന്റ് ആയിട്ട് സറണ്ടർ ചെയ്യുന്നു, സ്ഥിരമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒഴിവാക്കുന്നു. ഒരു ക്ലാസ്സിൽപ്പെട്ട വാഹനത്തെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് വിവിധങ്ങളായ ക്ലാസ്സിൽപ്പെട്ട വാഹനങ്ങളെ ഒഴിവാക്കുന്നു. തീർച്ചയായിട്ടും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ക്ലാസ് ഓഫ് വെഹിക്കിൾ അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് വെഹിക്കിൾ എന്നൊരു സംശയം ഉണ്ടാകാം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏത് വാഹനമാണ് നിങ്ങൾക്ക് ഓടിക്കുവാൻ അറിയാവുന്നതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെയാണ്, ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് വാഹനമാണ് ഓടിക്കുവാൻ അറിയാവുന്നതെങ്കിൽ കൃത്യമായിട്ട് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ, LMV തുടങ്ങി ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഓടിക്കുവാൻ അറിയാമോ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് വെഹിക്കിൾ. അപ്പോ റൂൾ നമ്പർ 17A അനുസരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു ക്ലാസ്സിൽപ്പെട്ട വാഹനം അല്ലെങ്കിൽ വിവിധ ക്ലാസ്സിൽപ്പെട്ട വാഹനം ഒഴിവാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഏതെങ്കിലും ക്ലാസ്സിൽപ്പെട്ട വാഹനം ഒഴിവാക്കണമെങ്കിൽ ഏത് നിയമമാണ് ഉപയോഗിക്കുന്നത്? കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 അനുസരിച്ച് റൂൾ നമ്പർ 17A. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽപ്പെട്ട അല്ലെങ്കിൽ വിവിധ ക്ലാസ്സുകളിൽപ്പെട്ട വാഹനം സ്ഥിരമായിട്ട് ഒഴിവാക്കണം. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് അത് ഒഴിവാക്കണമെങ്കിൽ ഏത് നിയമം? 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 17A അനുസരിച്ചായിരിക്കും. എന്താണെന്ന് നോക്കാം. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം 2021 മോട്ടോർ വാഹന ഭേദഗതി നിയമം 6ാം ഭേദഗതി കൃത്യമായിട്ട് ഓർത്തുകൊള്ളുക അവതരിപ്പിച്ചു. അപ്പോ ഈ റൂള് കൊണ്ടുവരുന്നത് 17A കൊണ്ടുവരുന്നത് 2021 മോട്ടോർ വാഹന ഭേദഗതി നിയമം 6ാം ഭേദഗതിയിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? 2021 മോട്ടോർ വാഹന ഭേദഗതി നിയമം, അതായത് എത്രാമത്തെ ഭേദഗതിയാണ്? 6ാമത്തെ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന നിയമമാണ് റൂൾ നമ്പർ 17A. ഈ നിയമപ്രകാരം റൂൾ 17A കൂട്ടിച്ചേർത്തു. 2021 ഏപ്രിൽ 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പം റൂൾ നമ്പർ 17A പ്രാബല്യത്തിൽ വന്ന മോട്ടോർ വാഹന ഭേദഗതി ഏതാണ്? 2021 മോട്ടോർ വാഹന ഭേദഗതി നിയമം 6ാം ഭേദഗതി. എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? 2021. ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ ശാശ്വതമായി ഒഴിവാക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നു. അപ്പം റൂൾ നമ്പർ 17A എന്തിനെ പറ്റി പറയുന്നു? നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒരു ക്ലാസ്സിൽപ്പെട്ട വാഹനം അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ക്ലാസ്സിൽപ്പെട്ട വാഹനത്തെ സ്ഥിരമായിട്ട് ഒഴിവാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ആ വാഹനത്തെ ഒഴിവാക്കുന്നുവെങ്കിൽ ഏത് നിയമം അനുസരിച്ചാണ്? റൂൾ നമ്പർ 17A. ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒന്നോ അതിലധികമോ ക്ലാസോ വാഹനങ്ങൾ ശാശ്വതമായി ഒഴിവാക്കുന്നതിനെ പറ്റി പരാമർശിച്ചിരിക്കുന്ന നിയമമാണ് റൂൾ നമ്പർ 17A. അടുത്ത എന്താണ്? മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ള ഏതൊരു വ്യക്തിക്കും ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒന്നോ അതിലധികമോ ക്ലാസ് വാഹനങ്ങൾ സ്ഥിരമായി ഒഴിവാക്കുന്നതിന് എന്തു ചെയ്യണം? സംസ്ഥാനത്തെ ലൈസൻസിംഗ് അതോറിറ്റിക്ക് അപേക്ഷിക്കാം. അപ്പോ നിങ്ങൾക്ക് ലൈസൻസ് നൽകിയ അതോറിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപേക്ഷ കൊടുക്കുവാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒരു നിശ്ചിത ക്ലാസ് വാഹനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഏത് നിയമപ്രകാരമാണ് അങ്ങനെ ഒഴിവാക്കുന്നതെന്ന് ചോദിച്ചാൽ റൂൾ നമ്പർ 17A അനുസരിച്ചാണ്. അടുത്ത നോക്കിക്കേ. അപേക്ഷകൻ ഫോം 8 ഡ്രൈവിംഗ് ലൈസൻസും റൂൾ 32 പ്രകാരം നിശ്ചിത ഫീസും ഒടുക്കിയിരിക്കണം. ഫീസ് കൊടുത്തിട്ടുണ്ട് 200 രൂപ. അപ്പൊ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പെർമനന്റ് ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒരു
ക്ലാസ് വാഹനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു വാഹനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഫോമിലാണ് അപേക്ഷ കൊടുക്കുന്നത്? ഫോം നമ്പർ 8 അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ ഫോം നമ്പർ 8 അപേക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിശ്ചിത ഫീസ്, ആ ഫീസ് അടയ്ക്കേണ്ടുന്നത് റൂൾ നമ്പർ 32 പരാമർശിച്ചിരിക്കുന്നതനുസരിച്ച് വിവിധങ്ങളായിട്ടുള്ള ഫീസ് പറഞ്ഞിട്ടുണ്ട്. ആ റൂൾ നമ്പർ 32 അനുസരിച്ച് എത്രയാണോ ഫീസ് വരുന്നത്, ഒരു ക്ലാസ് വാഹനം ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒഴിവാക്കുവാൻ എത്രയാണോ ഫീസ് വരുന്നത്, ആ ഫീസ് അപേക്ഷകൻ ഫോം 8 ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോ ഒരു അപേക്ഷകൻ ഫോം 8 നൽകുക, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുക. റൂൾ 32 അനുസരിച്ച് നിശ്ചിത ഫീസ് എത്രയാണോ അതും ഒടുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ആ വാഹനം ഒഴിവാക്കാൻ പറ്റും, അല്ലെ ആ ക്ലാസസ് ഓഫ് വാഹനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, അപേക്ഷയിന്മേൽ റെസീപ്റ്റ് ലഭിച്ച തീയതി മുതൽ 7 ദിവസത്തിനകം ലൈസൻസ് അതോറിറ്റി അപേക്ഷകന്റെ നിശ്ചിത ക്ലാസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒഴിവാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷയ്ക്ക് റെസീപ്റ്റ് നൽകുന്നു. ഈ റെസീപ്റ്റ് ലഭിച്ച് 7 ദിവസത്തിനകം ആ ക്ലാസ് വാഹനം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒഴിവാക്കി തരും. അപ്പോൾ മാക്സിമം എത്ര ദിവസമാണ്? 7 ദിവസമാണ്. അപ്പൊ റൂൾ നമ്പർ 17A പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 17A എന്തിനെ പറ്റി പരാമർശിക്കുന്നു? പെർമനന്റ്ലി സറണ്ടറിങ്. എന്താണ് സറണ്ടർ ചെയ്യുന്നത്? എ ക്ലാസ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് വെഹിക്കിൾ ഫ്രം യുവർ ഡ്രൈവിംഗ് ലൈസൻസ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് ഒരു നിശ്ചിത ക്ലാസുകളിൽ പെട്ടതോ ആയിട്ടുള്ള വാഹനങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ വകുപ്പ് ഏതാണ്? 17A അനുസരിച്ചാണ്. 2021 ഏപ്രിൽ 1 മുതലാണ് ഇത് നിലവിൽ വന്നത്. മോട്ടോർ വാഹന ഭേദഗതി നിയമം 6ാം ഭേദഗതി 2021. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും. അതുപോലെ തന്നെ ഫോം 8 അപേക്ഷ കൊടുക്കേണ്ടതെന്ന് കൂടി കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അടുത്ത എന്താണ് നോക്കിക്കേ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കേ, റൂൾ നമ്പർ 18 റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോ റൂൾ നമ്പർ 18 എന്തിനെ പറ്റി പറയുന്നു? ഡ്രൈവിംഗ് ലൈസൻസിനെ പുതുക്കുന്നതിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് റൂൾ നമ്പർ 18. ഏത് റൂളാണ്? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989. റൂൾ നമ്പർ 18 എന്ത് പറയുന്നു? റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ്. നോക്കിക്കേ എന്താണെന്ന്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നു. നിങ്ങളുടെ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനെ പറ്റി പറയുന്ന നിയമമാണ് റൂൾ നമ്പർ 18 ഓഫ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സംസ്ഥാനത്തെ ഏത് ലൈസൻസിങ് അതോറിറ്റിക്കും സമർപ്പിക്കാം. നമുക്ക് ആരാണോ ലൈസൻസ് തരുന്നത് ആ അതോറിറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലഹരണപ്പെടുന്നതിന് മുമ്പായിട്ട് പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഫോം 2 അപേക്ഷയ്ക്കൊപ്പം. അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കണമെങ്കിൽ ഏത് ഫോമിലാണ് അപേക്ഷ നൽകുന്നത്? ഫോം 2. അത് പ്രത്യേകം ഓർത്ത് വെച്ചോണേ. ഫോം 2 അപേക്ഷയ്ക്കൊപ്പം. അപ്പൊ ഏത് ഫോമിലാണ് അപേക്ഷ നൽകേണ്ടത്? ഫോം 2 അപേക്ഷ നൽകേണ്ടത്. അതിന്റെ കൂടെ എന്തൊക്കെയാണ് നോക്കിയേ. റൂൾ 32 പ്രകാരം പുതുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫീസ് എത്രയാണോ അത് വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നൽകണം. നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ്, നിലവിൽ നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ, ആ ഡ്രൈവിംഗ് ലൈസൻസ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് പുതുക്കേണ്ടുന്നത് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്ക് പുതുക്കേണ്ടുന്നത് എങ്കിൽ മേൽപ്പറഞ്ഞ ഇത്രയും സാധനത്തിനൊപ്പം ഫോം 1A സബ്മിറ്റ് ചെയ്യണം. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാനായിട്ട് ഫോം 1A സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ നോക്കിയേ, ഫോം 2 അപേക്ഷ കൊടുക്കേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നതിന് ഫോം 2 അപേക്ഷ കൊടുക്കുന്നു. നിർദ്ദിഷ്ട ഫീസ് അടയ്ക്കുന്നു. പാസ്പോർട്ട് സൈസ് ഫോട്ടോ സബ്മിറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നു. ഇനി ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് പുതുക്കേണ്ടതെങ്കിൽ ഫോം 1A സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിയേ, അപേക്ഷകൻ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയും നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ഫോം 1A നൽകണം. അപ്പോൾ ഫോം 1A നൽകേണ്ടത് 2 കേസിലാണ്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് വാഹനമാണ് നിങ്ങൾ ഓടിക്കുവാൻ പോകുന്നത്, ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ലൈസൻസ് ആണ് നിങ്ങൾക്ക് പുതുക്കേണ്ടുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായും ഫോം 1A സബ്മിറ്റ് ചെയ്തിരിക്കണം.
അതുപോലെ തന്നെ അപേക്ഷകന് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയാണ്, അയാൾ ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണ് ഓടിക്കുന്നത് എങ്കിലും അയാളുടെ പ്രായം 40 വയസ്സ് കഴിഞ്ഞതിനാൽ ഫോം 1A വീണ്ടും സബ്മിറ്റ് ചെയ്യണം. ഇപ്പൊ 2 കേസിൽ ഫോം 1A സബ്മിറ്റ് ചെയ്യണം. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ അതിന്റെ ലൈസൻസ് പുതുക്കുവാനായിട്ട് ഫോം 1A സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നോൺ ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി അപേക്ഷകന് 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഫോം 1A സബ്മിറ്റ് ചെയ്യണം. അടുത്ത നോക്കിയേ, ഹെവി ഗുഡ്സ് അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനം ഓടിക്കുവാനുള്ള ലൈസൻസ് പുതുക്കുവാൻ ഫോം 5A ലഭിച്ച സർട്ടിഫിക്കറ്റ് കൂടി നൽകണം. അപ്പം ഹെവി ഗുഡ്സ് വാഹനം അല്ലെങ്കിൽ ഹെവി പാസഞ്ചർ വാഹനമാണ് നിങ്ങൾ ഓടിക്കേണ്ടതെങ്കിൽ ഫോം 5A കൂടി സബ്മിറ്റ് ചെയ്യണം. 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്നുണ്ടെങ്കിൽ നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ ഫോം 1A സബ്മിറ്റ് ചെയ്യണം. ഇനി ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് പുതുക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 1A സബ്മിറ്റ് ചെയ്യണം. അപ്പൊ 2 കേസിൽ 1A സബ്മിറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ഹെവി പാസഞ്ചർ ഹെവി ഗുഡ്സ് വാഹനം ഓടിക്കുവാനാണെങ്കിൽ ഫോം 5. അപ്പോൾ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നോക്കിക്കേ, റൂൾ നമ്പർ 21. എന്താണത് പറയുന്നത്? പവേഴ്സ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി ടു ഡിസ്ക്വാളിഫൈ. ഒരു ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തിനുള്ള അധികാരത്തെ പറ്റിയിട്ടാണ്? അയോഗ്യത കൽപ്പിക്കുവാനുള്ള ലൈസൻസിങ് അതോറിറ്റിയുടെ അധികാരം. 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 21ാമത്തെ റൂൾ പറയുന്നു, റൂൾ നമ്പർ 21 പറയുന്നു എന്ത്? പവേഴ്സ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി ടു ഡിസ്ക്വാളിഫൈ. ഒരു ലൈസൻസിങ് അതോറിറ്റിയുടെ അയോഗ്യത കൽപ്പിക്കപ്പെടുവാനുള്ള അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ കൈവശം ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈസൻസ് നേടുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കുവാനുള്ള ഒരു ലൈസൻസിങ് അതോറിറ്റിയുടെ നിയമത്തെ പറ്റിയിട്ടാണ്, അധികാരത്തെ പറ്റിയിട്ടാണ് റൂൾ നമ്പർ 21 പറയുന്നത്. നോക്കിക്കുക എന്താണെന്ന്. സെക്ഷൻ 19 സെക്ഷൻ 19 മറ്റൊന്നുമല്ല, മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 19 ആണ് പറയുന്നത്. അപ്പോ സെക്ഷൻ 19 ഉപവകുപ്പ് 1 ക്ലോസ് F പ്രകാരം ചുവടെ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് അപകടമോ ശല്യമോ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോ പൊതുജനങ്ങൾക്ക് അപകടമോ ശല്യമോ ഉണ്ടാക്കാവുന്ന തരത്തില് ഒരു ലൈസൻസ് ഹോൾഡറുടെ പ്രവൃത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോ മോട്ടോർ വെഹിക്കിൾ ലൈസൻസിങ് അതോറിറ്റിക്ക് നിങ്ങളുടെ ലൈസൻസിൽ നിന്നും അയോഗ്യത കൽപ്പിക്കാനുള്ള അധികാരത്തെ പറ്റി പറയുന്ന നിയമമാണ് റൂൾ നമ്പർ 21. അപ്പൊ റൂൾ നമ്പർ 21 അനുസരിച്ച് ഒരു ലൈസൻസിങ് അതോറിറ്റിക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ മോശമാണ്, പൊതുജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കാവുന്നതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ലൈസൻസ് നേടുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കാം, ലൈസൻസ് കൈവശം വയ്ക്കുന്നതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കാം. ഇനി എന്തൊക്കെയാണ് നോക്കിക്കേ. മോട്ടോർ വാഹനങ്ങൾ മോഷ്ടിക്കുക, യാത്രക്കാരെ ആക്രമിക്കുക. അപ്പം മോട്ടോർ വാഹനങ്ങൾ മോഷ്ടിക്കുകയോ യാത്രക്കാരെയോ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ലൈസൻസ് നേടുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്യുവാൻ അധികാരമുണ്ട്. ആർക്ക്? ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റിക്ക്. അടുത്ത എന്തൊക്കെയാണ്? യാത്രക്കാരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക, ചരക്ക് വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുക, നിയമപ്രകാരം നിരോധിച്ച ചരക്കുകൾ കടത്തുക. നിങ്ങളുടെ വാഹനങ്ങളില് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ചരക്കുകൾ, ലഹരി പദാർത്ഥങ്ങളൊക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്തരത്തിൽ നിരോധിച്ചിട്ടുള്ള വസ്തുക്കളെ കടത്തുന്നത് നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടാമെന്ന് പറയുന്നു. തന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുക. തന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുക. ഉദാഹരണത്തിന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതെന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശ്രദ്ധ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഈ കാരണം കൊണ്ട് അയാൾക്ക് എന്ത് കൽപ്പിക്കാം? ലൈസൻസ് നേടുന്നതിൽ നിന്ന് കൈവശം വയ്ക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടാം എന്ന് പറയുന്നു. അടുത്ത നോക്കിക്കേ. യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോവുക, ചരക്ക് വാഹനങ്ങളിൽ അമിതമായി ചരക്ക് കയറ്റുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അമിതമായി ചരക്ക് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, ചരക്ക് വാഹനങ്ങളിൽ അമിതമായി ചരക്ക് കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ ലൈസൻസിന് ഡിസ്ക്വാളിഫൈ കൽപ്പിക്കാം, അയോഗ്യത കൽപ്പിക്കപ്പെടാം. ഒരു ചരക്ക് വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ അതിന്റെ കപ്പാസിറ്റിക്ക് മുകളിൽ യാത്രക്കാരെ കയറ്റുക, അല്ലെങ്കിൽ ചരക്ക് വാഹനത്തിൽ ആൾക്കാരെ യാത്ര ചെയ്യുവാൻ അനുവദിക്കുക. അപ്പോ ചരക്ക് വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ നിശ്ചിത എണ്ണം യാത്രക്കാരെ മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വാഹനത്തിന്റെ RC ബുക്കിൽ അതിന്റെ പാസഞ്ചർ കപ്പാസിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ആ പാസഞ്ചർ കപ്പാസിറ്റിക്ക് മുകളിൽ ആൾക്കാരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ചരക്ക് വാഹനത്തിൽ ആൾക്കാരെ കൊണ്ടുപോവുക.
അപ്പോൾ ഈ കുറ്റങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് നേടുന്നതിൽ നിന്ന് നിങ്ങളെ അയോഗ്യനാക്കപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടാം. മോട്ടോർ വാഹന നിയമത്തിന്റെ വകുപ്പ് 134 ലംഘനം, അതുപോലെ തന്നെ അധികാരപ്പെട്ട ഒരു വ്യക്തി വാഹനം നിർത്തുവാനുള്ള സിഗ്നൽ കാണിച്ചിട്ടും നിർത്താതിരുന്നാൽ, നിങ്ങളുടെ ഉദാഹരണത്തിന് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ പോലീസുകാരൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ മോട്ടോർ വാഹനം നിർത്തുവാൻ അധികാരപ്പെട്ട വ്യക്തി കൈ കാണിച്ചിട്ടും നിങ്ങൾ വാഹനം നിർത്താൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാം, റദ്ദു ചെയ്യപ്പെടാം, അയോഗ്യത കൽപ്പിക്കുക. സസ്പെൻഡ് ചെയ്യുകയല്ല, അയോഗ്യത കൽപ്പിക്കപ്പെടാം എന്ന് പറയുന്നു. അടുത്ത് നോക്കിയേ, യാത്രക്കാരോടും ചരക്കുകൾ കയറ്റുന്നവരോടും വിതരണം ചെയ്യുന്നവരോടുമുള്ള മോശമായ പെരുമാറ്റം. അപ്പൊ യാത്രക്കാരോട്, ചരക്കുകൾ കയറ്റുന്നവരോട്, വിതരണം ചെയ്യുന്നവരോട്, അവരോടൊക്കെ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടാം. പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിക്കുക. ഉദാഹരണത്തിന് KSRTC ബസ്സൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുകവലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ ലൈസൻസ് പോകുന്നതായിരിക്കും എന്ന് ഓർത്തു വെച്ചേക്കുക. യാത്രക്കാർക്കും റോഡ് ഉപയോഗിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പൊതുസ്ഥലത്ത് വാഹനം ഉപേക്ഷിച്ച് പോവുക. അപ്പോ ഒരു പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച് പോവുക. അതുകൊണ്ട് യാത്രക്കാർക്കും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ അത്തരം പ്രവൃത്തികൾ അയോഗ്യത കൽപ്പിക്കുന്നതിലേക്ക് നയിക്കപ്പെടാം. മദ്യത്തിന്റെയോ ലഹരി പദാർത്ഥങ്ങളുടെയോ സ്വാധീനത്താലോ ഉപയോഗിച്ചുകൊണ്ടോ വാഹനം ഓടിക്കുക. മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു, അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു, അല്ലെങ്കിൽ ഇവയുടെ സ്വാധീനം കൊണ്ട് വാഹനം ഓടിക്കുന്നു. അപ്പൊ ഈ കണ്ടീഷനുകളിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് നേടുന്നതിൽ നിന്ന് ഒരു വ്യക്തി മറ്റൊരു വാഹനത്തിൽ കയറുന്നതിനോ കയറാൻ തയ്യാറെടുക്കുന്നതിനോ ഇടപെടുക. അപ്പോ ഒരു വ്യക്തി ഒരു വാഹനത്തിൽ, ഇപ്പം നിങ്ങളുടെ കൈവശം ഒരു വാഹനമുണ്ടോ, ഉദാഹരണത്തിന് നിങ്ങളുടെ കൈവശം ഒരു ഓട്ടോറിക്ഷ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു യാത്രക്കാരൻ വരുന്നു. യാത്രക്കാരൻ ആ ഓട്ടോറിക്ഷയിൽ കയറാൻ തുടങ്ങുന്നു. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അയാൾ കയറാൻ കൂട്ടാക്കാതെ മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനെ തടസ്സപ്പെടുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ എന്താണ്, യാത്രക്കാരന്റെ സൗകര്യമാണ്, ഇഷ്ടമാണ് ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണമെന്നുള്ളത്. അതിൽ കയറി നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു വ്യക്തി വാഹനത്തിൽ കയറുന്നതിനോ കയറാൻ തയ്യാറെടുക്കുന്നതിനോ ഇടപെടുക. അടുത്തെന്താണ്? ഡ്രൈവറുടെ കാഴ്ചയ്ക്കോ വാഹനത്തിന് മേലുള്ള നിയന്ത്രണത്തെയോ തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ഇരിക്കുവാനോ സാധനങ്ങൾ വയ്ക്കുവാനോ അനുവദിക്കുക. അപ്പം വാഹനത്തിന്റെ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നതിനോ അല്ലെങ്കിൽ ഡ്രൈവറുടെ കാഴ്ചയ്ക്കോ തടസ്സം വരുന്ന രീതിയിൽ വാഹനത്തിൽ ആൾക്കാരെ കയറ്റിയിരുത്തുക അല്ലെങ്കിൽ സാധനങ്ങൾ വയ്ക്കുക. അതൊക്കെ എന്താണ്? ഡിസ്ക്വാളിഫൈ കൽപ്പിക്കപ്പെടാം എന്ന് പറയുന്നു. യാത്രക്കാരന്റെയോ കണ്ടക്ടറുടെയോ ആവശ്യാനുസരണമോ സിഗ്നലിൽ മേലോ അംഗീകൃത സ്റ്റോപ്പുകളിൽ സ്റ്റേജ് ക്യാരേജ് സുരക്ഷിതവും സൗകര്യപ്രദവുമായ രീതിയിൽ നിശ്ചിത സമയത്തേക്ക് നിർത്താതെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പിൽ കൃത്യമായിട്ട് നിർത്തി തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടക്ടർ പറഞ്ഞിട്ടും നിർത്തി തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ ലൈസൻസിന് ഡിസ്ക്വാളിഫൈ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോ നിശ്ചിത സ്റ്റോപ്പുകളിൽ, അതും കൂടെ പ്രത്യേകം ഓർക്കണം, കൃത്യമായിട്ടുള്ള സ്റ്റോപ്പുകളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ കണ്ടക്ടർ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ സിഗ്നൽ ലഭിച്ചിട്ടും ആ ഡ്രൈവർ വാഹനം നിർത്താതെ ഇരുന്നാൽ ആ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടാം, ഡിസ്ക്വാളിഫൈ, അയോഗ്യത കൽപ്പിക്കപ്പെടാം എന്ന് പറയുന്നു. അടുത്ത എന്താണ്? അനാവശ്യമായി അലഞ്ഞു തിരിയുകയോ യാത്രകളിൽ അനാവശ്യ കാലതാമസം വരുത്തുകയോ ചെയ്യുക. അപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാതെ അനാവശ്യമായി അലഞ്ഞു തിരിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? റൂൾ നമ്പർ 21 അനുസരിച്ച് ആ വ്യക്തിയുടെ, ആ ഡ്രൈവറുടെ ലൈസൻസിന് ഡിസ്ക്വാളിഫൈ കൽപ്പിക്കാൻ സാധിക്കും. അടുത്ത നോക്കിയേ, നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? വാടകയ്ക്ക് വാഹനം എടുത്ത വ്യക്തിയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മതിയായ കാരണമില്ലാതെ ദൂരം കുറഞ്ഞ വഴിയിലൂടെ പോകാതെ ഇരിക്കുക. അപ്പം നിങ്ങളൊരു വാഹനം വാടകയ്ക്ക് വിളിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൂരം കുറഞ്ഞ വഴിയിലൂടെ ആ ഡ്രൈവർ നിങ്ങളെ കൊണ്ടുപോകുന്നില്ല, മതിയായ കാരണമില്ലാതെ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ റൂൾ നമ്പർ 21 അനുസരിച്ച് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കപ്പെടാം. ഉദാഹരണത്തിന് നിങ്ങളൊരു ഓട്ടോറിക്ഷ വിളിക്കുന്നു, ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ ഉലകം മുഴുവൻ ചുറ്റിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിറക്കുന്നുവെങ്കിൽ
അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കപ്പെടുവാനുള്ള അധികാരമുണ്ട് റൂൾ നമ്പർ 21 പ്രകാരം ലൈസൻസിങ് അതോറിറ്റിക്ക് എന്നാണ് ഈ നിയമം പറയുന്നത്. അടുത്ത എന്താണെന്ന് നോക്കുകയെ, ഒരു മോട്ടോർ ക്യാബിന്റെ ഡ്രൈവർ അമിതമായ കൂലി ആവശ്യപ്പെടുകയോ ഈടാക്കുകയോ വാഹനം ഓടിക്കുവാൻ വിസമ്മതിക്കുകയോ ചെയ്യുക. നിങ്ങളൊരു ടാക്സി വിളിക്കുന്നു. ടാക്സി വിളിക്കുന്ന സമയത്ത് ആ ടാക്സിക്കാരൻ അമിതമായ കൂലി ഈടാക്കുന്നു, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു. ഇനി അതുമല്ലെങ്കിലോ അയാള് ആ ഓട്ടം വരാൻ വിസമ്മതിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ ഡ്രൈവറുടെ ലൈസൻസിന് അയോഗ്യത പ്രഖ്യാപിക്കപ്പെടുന്നു. ഏതനുസരിച്ച്? റൂൾ നമ്പർ 21 അനുസരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ദൂരം കുറഞ്ഞ വഴിയിലൂടെ മതിയായ കാരണങ്ങളില്ലാതെ നിങ്ങളെ കൊണ്ടുപോകാതെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ വാഹനം ഓടിക്കുവാൻ വിസമ്മതിക്കുന്നത്. ഒരു മോട്ടോർ ക്യാബിന്റെ ഡ്രൈവർ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടും വാഹനം എടുക്കുവാൻ വിസമ്മതിക്കുന്നതോ അമിതമായ കൂലി ഈടാക്കുന്നതോ റൂൾ നമ്പർ 21 അനുസരിച്ച് അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ഡിസ്ക്വാളിഫൈ കൽപ്പിക്കപ്പെടാവുന്നതാണ്. അടുത്തെന്താണ് നോക്കിയേ, ഒരു ട്രാൻസ്പോർട്ട് വാഹനം പൊതുസ്ഥലത്തോ മറ്റു സ്ഥലങ്ങളിലോ പൊതുജനങ്ങൾക്കോ യാത്രക്കാർക്കോ അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായോ പ്രക്ഷോഭത്തിന്റെ ഭാഗമായോ ഉപേക്ഷിച്ചു പോവുക. അപ്പൊ നിങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പൊതുസ്ഥലത്ത് മറ്റു യാത്രക്കാർക്കും വാഹനം ഉപയോഗിക്കുന്നവർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞാൽ റൂൾ നമ്പർ 21 അനുസരിച്ച് നിങ്ങളുടെ ലൈസൻസിന് ഡിസ്ക്വാളിഫൈ കൽപ്പിക്കപ്പെടാം. ഓർത്തു വെച്ചോണേ, ട്രാൻസ്പോർട്ട് വാഹനം പൊതുസ്ഥലത്തോ മറ്റു സ്ഥലങ്ങളിലോ പൊതുജനങ്ങൾക്കോ യാത്രക്കാർക്കോ അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായോ പ്രക്ഷോഭത്തിന്റെ ഭാഗമായോ ഉപേക്ഷിച്ചു പോകാം. നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് വാഹനം ഒരു പൊതുസ്ഥലത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ, അതിപ്പോ അതിലെ യാത്രക്കാരായിക്കോട്ടെ പൊതുജനങ്ങൾക്കായിക്കോട്ടെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ റൂൾ നമ്പർ 21 അനുസരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ഡിസ്ക്വാളിഫൈ കൽപ്പിക്കപ്പെടാം എന്ന് പറയുന്നു. റൂൾ നമ്പർ 22. അപ്പൊ റൂൾ നമ്പർ 22നെ പറ്റിയിട്ടാണ് അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് റൂൾ നമ്പർ 22? എൻഡോഴ്സ്മെന്റ് ബൈ കോർട്ട്. കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നു. കോടതിയുടെ എൻഡോഴ്സ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മോട്ടോർ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് നിങ്ങൾ കോടതി ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വിവരം കൃത്യമായിട്ട് നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്തും. നിങ്ങളുടെ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടും എന്ന് പറയുന്ന നിയമമാണ് റൂൾ നമ്പർ 22. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 22ാം നമ്പർ റൂൾ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. എൻഡോഴ്സ്മെന്റ് ബൈ കോർട്ട്. കോടതി രേഖപ്പെടുത്തുന്നു. എന്ത്? ചുവടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റത്തിന് ലൈസൻസ് ഹോൾഡറെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ അത് ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്തതായിരിക്കും, ലൈസൻസിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും. എന്ത് രേഖപ്പെടുത്തുന്നു? നിങ്ങളെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന്, മോട്ടോർ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് നിങ്ങളെ കോടതി ശിക്ഷിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ട് അത് ലൈസൻസിൽ രേഖപ്പെടുത്തുമെന്ന് പറയപ്പെടുന്ന നിയമമാണ് 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 22ാം നമ്പർ റൂൾ. അടുത്ത് നോക്കി എന്താണെന്ന്. ആദ്യത്തത് എ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, അല്ലെങ്കിൽ ഫലപ്രദമായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഓടിക്കുന്ന വാഹനത്തിന് ബാധകമായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഇത്തിരി കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ കാര്യം നോക്കിക്കേ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക. നിങ്ങളൊരു വാഹനം ഓടിക്കുന്നു, അപ്പോൾ ആ വാഹനം ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചുകൊണ്ട് പോവുക, അത് എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പറയുന്നു. ഇനി അതുമല്ലെങ്കിൽ ഫലപ്രദമായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. നിങ്ങളുടെ കൈവശം ലൈസൻസ് ഉണ്ട്, പക്ഷെ ആ ലൈസൻസ് വാലിഡ് അല്ല. വാലിഡ് അല്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോയതായിരിക്കാം, അല്ലെങ്കിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഒരു ലൈസൻസ് ആയിരിക്കാം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നത്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള, കാലാവധിയുള്ള, സാധുവായിട്ടുള്ള ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. അടുത്തെന്താണ്? വാഹനത്തിന് ബാധകമായ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാൻ അറിയാമെന്നിരിക്കെ അത്തരം ലൈസൻസ് കൈവശമില്ല എങ്കിൽ, ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് കൈവശമില്ല എങ്കിൽ അതൊരു കുറ്റമായി കണക്കാക്കിക്കൊണ്ട് ആ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടാം എന്ന് പറയുന്നു റൂൾ നമ്പർ 22. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, അതുപോലെ തന്നെ വാലിഡിറ്റി ഇല്ലാത്ത, ഫലപ്രദമായ, സാധുവല്ലാത്ത ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, നിങ്ങൾ ഏത് വാഹനമാണോ ഓടിക്കുന്നത് ആ വാഹനം ഓടിക്കുവാൻ വേണ്ടുന്ന ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടും. അടുത്ത എന്താണ് നോക്കിയേ,
ലൈസൻസ് മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാൻ അനുവദിക്കൽ. വകുപ്പ് 6-2 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 6-2 പറയുന്നതാണ് ഒരു ലൈസൻസ് മറ്റൊരാൾക്ക് ഉപയോഗിക്കുവാൻ അനുവദിക്കും. നിങ്ങൾ ലൈസൻസ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ നൽകി കഴിഞ്ഞാൽ അതും എന്താണ്, എൻഡോസ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പറയുന്നു. അടുത്ത നോക്കിക്കേ, അയോഗ്യനാക്കപ്പെട്ടപ്പോൾ വാഹനം ഓടിക്കൽ. വകുപ്പ് 23 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 23 പ്രകാരമുള്ള കുറ്റകൃത്യമാണത്. അയോഗ്യനാക്കപ്പെട്ടപ്പോൾ വാഹനം ഓടിക്കുന്നു. അപ്പോൾ ഇത്തരം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ലൈസൻസ് കൈവശം വയ്ക്കുന്നതിൽ നിന്നും നിങ്ങളെ അയോഗ്യനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതും എൻഡോസ്മെന്റ് ചെയ്യപ്പെടാം. രജിസ്റ്റർ ചെയ്യാത്ത വാഹനം ഓടിക്കുന്നത്, ഒരു വാഹനം നിങ്ങളുടെ കൈവശമുണ്ട് പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾ ഓടിക്കുന്നത് എന്ത് തന്നെയാണ്, എൻഡോസ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായി പറയുന്നു. വകുപ്പ് 39 അതിനെ പറ്റി പറയുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പരിധിയിൽ വരാത്ത ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ത്, ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പരിധിയിൽപ്പെടാത്ത ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. അടുത്തത് നോക്കാം. സെക്ഷൻ 66 ലംഘിച്ച് ഗതാഗത വാഹനങ്ങൾ ഓടിക്കുന്നത്. അപ്പം സെക്ഷൻ 66 എന്താണ് പറയുന്നത്, നെസസിറ്റി ഓഫ് പെർമിറ്റ്, പെർമിറ്റിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് സെക്ഷൻ 66 പറയുന്നത്. അപ്പോൾ പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, അപ്പോൾ പെർമിറ്റിന്റെ ആവശ്യകത, ഒരു വാഹനം ഓടിക്കുമ്പോൾ പെർമിറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള റൂട്ടുകളിലൂടെ ആയിരിക്കണം വാഹനം ഓടിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോ ഈ പറയുന്ന സെക്ഷൻ 66 പ്രകാരമുള്ള നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്, എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. സെക്ഷൻ 66 ലംഘിച്ച് ഗതാഗത വാഹനം ഓടിക്കുന്നത്. അപ്പം സെക്ഷൻ 66 എന്തിനെ പറ്റി പറയുന്നു, പെർമിറ്റിനെ പറ്റി പറയുന്നതാണ്, പെർമിറ്റിന്റെ ആവശ്യകതയെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 66 എന്ന് പറയുന്നത്. അപ്പോ സെക്ഷൻ 66 ലംഘിച്ച് ഒരു ഗതാഗത വാഹനം, എന്താണ് ഗതാഗത വാഹനം ഉദ്ദേശിച്ചിരിക്കുന്നത്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ്, ട്രാൻസ്പോർട്ട് വാഹനം. അപ്പൊ സെക്ഷൻ 66 ലംഘിച്ച് ഒരു ഗതാഗത വാഹനം ഓടിക്കുക, പെർമിറ്റിന്റെ നിയമവശങ്ങളെ ലംഘിച്ച്, അല്ലെങ്കിൽ നെസസിറ്റി ഓഫ് പെർമിറ്റ് എന്നുള്ളതാണ് സെക്ഷൻ 66 പറയുന്നത്. പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുക, പെർമിറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലാതെയുള്ള റൂട്ടുകളിൽ വാഹനം ഓടിക്കുക, ഇതൊക്കെ കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന കുറ്റമാണെന്ന് പറയുന്നുണ്ട്. ചട്ടം 118 ലംഘിച്ച് വാഹനം ഓടിക്കുക. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 118 സെക്ഷൻ 118 എന്തിനെ പറ്റി പറയുന്നു, സ്പീഡ് ഗവർണറിനെ പറ്റിയിട്ടാണ്, സ്പീഡ് ഗവർണറിനെ പറ്റിയിട്ടാണ് സെക്ഷൻ 118 പറയുന്നത്. അപ്പോ സ്പീഡ് ഗവർണർ ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് പറയുന്നു. റൂൾ നമ്പർ 22. അടുത്ത എന്താണെന്ന് പറയുന്നത് നോക്കിയേ, വകുപ്പ് 114 വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അപ്പൊ വകുപ്പ് 114 എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 114 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 114. അപ്പൊ എന്താണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 114 എന്ന് പറയുന്നത്, 114 മറ്റൊന്നുമല്ല, പവർ ടു ഹാവ് വെഹിക്കിൾ വെയ്ഡ് എന്നുള്ളതാണ്. ഇപ്പൊ വകുപ്പ് 114 ഇതാണ് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വകുപ്പ് 114 പറയുന്നത് പവർ ടു ഹാവ് വെഹിക്കിൾ വെയ്ഡ്, അതായത് വാഹനങ്ങൾ ഓവർലോഡഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനുള്ള അതോറിറ്റിയുടെ അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വകുപ്പ് 114. അപ്പോ വകുപ്പ് 114 വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അപ്പോ ഇത് നിങ്ങളുടെ വാഹനം ഓവർലോഡഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പരാജയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈസൻസിൽ എൻഡോസ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പറയപ്പെടുന്നു. അടുത്ത റൂൾ നോക്കിക്കേ, ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിശ്ചിത സമയത്തിനുള്ളിൽ വിസമ്മതിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുക. അപ്പൊ നിങ്ങളോട് കോടതി പറയുകയാണ്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈസൻസോ അല്ലെങ്കിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഹാജരാക്കുവാൻ പറയുന്നു. കോടതി നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ ലൈസൻസ് ഹാജരാക്കാൻ പറയുന്നു, അല്ലെങ്കിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുന്നു. ഈ ഘട്ടത്തിൽ നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയോ നിങ്ങൾക്ക് അത് ചെയ്യുവാൻ സാധിക്കാതെ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ
എന്തായിരിക്കും? ഇതൊരു കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് ഇത് നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്താം എന്നുള്ളത് പറയുന്നു. വകുപ്പ് 130 മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 130 അതിനെപ്പറ്റി പറയുന്നത്. അടുത്ത എന്താണ്? സെക്ഷൻ 132 പ്രകാരം വാഹനം നിർത്തുന്നതിൽ പരാജയപ്പെടുന്നത്. സെക്ഷൻ 132 പ്രകാരം ഒരു വാഹനം നിർത്തുന്നതിൽ പരാജയപ്പെടുന്നത്. അപ്പോ ഒരു വാഹനം നിർത്തേണ്ടടുത്ത് കൃത്യമായിട്ട് വാഹനം നിർത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്താണ്? അതും എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പറയുന്നു. അടുത്ത എന്താ നോക്കിക്കേ. എൻഡോഴ്സ്മെന്റ് വിശദാംശങ്ങൾ നൽകാതെ ലൈസൻസ് നേടുകയോ അപേക്ഷിക്കുകയോ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകൃത്യത്തിന് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എൻഡോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈസൻസിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ലൈസൻസ് നേടുന്നതിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയബന്ധിതമായി അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് കൽപ്പിക്കും? നിങ്ങളുടെ ലൈസൻസിൽ ഇത് എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പറയുമെന്ന് പറയുന്നു. അടുത്തത് അമിത വേഗതയിൽ വാഹനം ഓടിക്കുക. വകുപ്പ് 183 മോട്ടോർ വെഹിക്കിൾ ആക്ട് 183 ഓവർ സ്പീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് എൻഡോഴ്സ്മെന്റ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായി പറയുന്നു. അതേപോലെ തന്നെ അപകടകരമായി വാഹനം ഓടിക്കുന്നു. വകുപ്പ് 184 മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വകുപ്പ് 184 എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? അപകടകരമായ വാഹനം ഓടിക്കുന്നു. 183 അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നു. ഇതൊക്കെ എന്താണ്? നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്താവുന്ന കുറ്റകൃത്യമായിട്ട് പറയുന്നു. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുക. വകുപ്പ് 185 സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 185 എന്തിനെ പറ്റി പറയുന്നു? മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക. അത്തരം ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻഡോഴ്സ്മെന്റ് ചെയ്യപ്പെടാം. മാനസികമായോ ശാരീരികമായോ വാഹനം ഓടിക്കാൻ യോഗ്യമല്ലാത്തപ്പോൾ വാഹനം ഓടിക്കുക. വകുപ്പ് 186 കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുന്ന ഒരു നിയമമാണ്. അപ്പൊ വകുപ്പ് 186 എന്താണ്? നിങ്ങൾ വാഹനം ഓടിക്കുവാൻ മാനസികമായോ ശാരീരികമായോ നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതും എൻഡോഴ്സ്മെന്റ് ചെയ്യപ്പെടുന്നു. വകുപ്പ് 183 അല്ലെങ്കിൽ 186 പ്രകാരം ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ. മറ്റൊരാൾ നിങ്ങളെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടാം എന്ന് പറയുന്നു. അടുത്ത എന്താ നോക്കി. വകുപ്പ് 188 വ്യക്തമാക്കിയിട്ടുള്ള കുറ്റകൃത്യത്തിന് പ്രേരണ. അപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 188 സെക്ഷൻ 188 അനുസരിച്ച് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 188 അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിവരം ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അനധികൃത ഓട്ട മത്സരത്തിലോ വേഗതാ പരീക്ഷണത്തിലോ പങ്കെടുക്കൽ. വകുപ്പ് 189 ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 189 എന്തിനെ പറ്റി പറയുന്നു? അനധികൃത ഓട്ട മത്സരത്തിലോ വേഗതാ പരീക്ഷണത്തിലോ പങ്കെടുക്കൽ. അപ്പോ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് പറയുന്നു. സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഉപയോഗിക്കുന്നു. വകുപ്പ് 190 അനുസരിച്ച് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ വകുപ്പ് 190 അനുസരിച്ച് സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതും എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് നോക്കിക്കേ. അനുവദനീയമായ പരിധിയിലോ ഭാരത്തിലോ കവിയുന്ന വാഹനം ഓടിക്കൽ. അപ്പം മോട്ടോർ വെഹിക്കിൾ ആക്ട് 194 അനുസരിച്ചിട്ട് അനുവദനീയമായ പരിധിയിലോ ഭാരത്തിലോ കവിയുന്ന വാഹനം ഓടിക്കില്ല. അപ്പൊ അനുവദനീയമായ പരിധിക്ക് അപ്പുറത്തേക്ക് ഭാരം കയറ്റിയ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 194 അനുസരിച്ച് അത് കുറ്റകൃത്യമാണ്. അത്തരം ഒരു കുറ്റകൃത്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് റൂൾ നമ്പർ 22 പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈസൻസിൽ അത് എൻഡോഴ്സ് ചെയ്യപ്പെടുന്നതാണെന്ന് പറയുന്നു. മോട്ടോർ വാഹനം ഉപയോഗിച്ചതിന് തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റകൃത്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങളുടെ ലൈസൻസിൽ എൻഡോഴ്സ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് റൂൾ നമ്പർ 22 ആണ്. മോട്ടോർ വെഹിക്കിൾ റൂൾ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ നമ്പർ 22 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ റൂൾ നമ്പർ 22 ആണ് പഠിച്ചത്. എന്താണ്? എൻഡോഴ്സ്മെന്റ് ബൈ കോർട്ട്, കോടതിയുടെ രേഖപ്പെടുത്തലാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, അതിന്റെ വിവരം കൃത്യമായിട്ട് നിങ്ങളുടെ ലൈസൻസിൽ രേഖപ്പെടുത്താനുള്ള കോടതിയുടെ അധികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻഡോഴ്സ്മെന്റ് ബൈ കോർട്ട്, കോടതി രേഖപ്പെടുത്തുന്നു, അല്ലെ കോടതിയുടെ അംഗീകാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എൻഡോഴ്സ് ചെയ്യപ്പെടാവുന്ന കുറ്റകൃത്യമാണെന്നാണ് പറയുന്നത്. ഇനി ഇത് ഇത്രയും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എന്താണ് നമുക്കുള്ള നോക്കിയേ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? റൂൾ നമ്പർ 26 ആണ്.
1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ 26 നമ്പർ റൂളിനെ പറ്റിയിട്ടാണ് അടുത്തത് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് റൂൾ നമ്പർ 26 പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെ പറ്റി പറയുന്നത് റൂൾ നമ്പർ 26 ആണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 അനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് റൂൾ നമ്പർ 26 ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അതിന്റെ നടപടിക്രമങ്ങളെ പറ്റി പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുകയും, അനുവദിച്ച ഒരു ലൈസൻസ് നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്താൽ ലൈസൻസിംഗ് ഉടമ ലൈസൻസിംഗ് അതോറിറ്റിയെ നഷ്ടം അറിയിക്കുകയും പകർപ്പിനായി ആ അതോറിറ്റിക്ക് രേഖാമൂലം അപേക്ഷിക്കുകയും വേണം. അപ്പോ നിങ്ങളുടെ കൈവശം ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു, ആ ലൈസൻസ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ലൈസൻസ് നശിപ്പിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലൈസൻസിന്റെ ഉടമ ആരാണോ ആ വ്യക്തി നിങ്ങൾക്ക് അനുവദിച്ച ലൈസൻസിങ് അതോറിറ്റി ആരാണോ അവരെ കൃത്യമായിട്ട് രേഖാമൂലം അറിയിക്കണമെന്ന് പറയുന്നു. റൂൾ നമ്പർ 26 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമം. റൂൾ നമ്പർ 26 എന്തിനെ പറ്റി പറയുന്നു? ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ്. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റി പറയുന്ന കേന്ദ്ര മോട്ടോർ വാഹന നിയമം ഏതാണ്? റൂൾ നമ്പർ 26. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പോ അങ്ങനെ രേഖാമൂലം നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണം. ചട്ടം 32 വ്യക്തമാക്കിയിട്ടുള്ള ഉചിതമായ ഫീസ് സഹിതം അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ലൈസൻസിങ് അതോറിറ്റി വ്യക്തമായി ഡ്യൂപ്ലിക്കേറ്റ് എന്നടയാളപ്പെടുത്തിയ ഒരു ലൈസൻസ്, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് നൽകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒറിജിനൽ ലൈസൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റൂൾ നമ്പർ 26 അനുസരിച്ച് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു. 26 എന്തിനെ പറ്റി പറയുന്നു? ഇഷ്യൂ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ്, ഇഷ്യൂ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനെ പറ്റി പറയുന്നു. റൂൾ നമ്പർ 26 അപേക്ഷ കൊടുക്കുന്നു. ഫീസ് അടച്ചു കഴിഞ്ഞാൽ അപ്പൊ ലൈസൻസിങ് അതോറിറ്റി എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് നൽകിയതിനു ശേഷം ഒറിജിനൽ കണ്ടെത്തിയാൽ അതുടൻ തന്നെ അത് നൽകിയ ലൈസൻസിങ് അതോറിറ്റിക്ക് സമർപ്പിക്കേണ്ടതാണ്. അപ്പം നിങ്ങളുടെ ഒറിജിനൽ ലൈസൻസ് നഷ്ടപ്പെട്ടു, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുത്തു, അതിനുശേഷം നിങ്ങൾക്ക് ഒറിജിനൽ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അത് ലൈസൻസിങ് അതോറിറ്റിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അടുത്തത് റൂൾ നമ്പർ 32 ഫീസുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല, മറ്റൊന്നുമല്ല, കാലാനുസൃതമായിട്ട് ലൈസൻസിന്റെ ഫീസുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടില്ല. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് കൊടുക്കാത്തത്. സൈറ്റിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ റൂളുകളിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 കൃത്യമായിട്ട് ആ ഫീസിന്റെ സ്ട്രക്ചർ ലഭ്യമാണ്, നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. കൃത്യമായിട്ട് നിങ്ങളത് നോക്കിക്കൊള്ളുക. മാറ്റം വരുത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രമാണ് അത് നൽകാത്തത്. അടുത്തത് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കാം. കൃത്യമായിട്ട് ക്ലാസ് കാണുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ചിലപ്പോൾ 1 മാർക്കിന് 2 മാർക്കിലൊക്കെ കയറി ചോദിച്ച് കളയാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. കൃത്യമായിട്ട് നോട്ടുകൾ തയ്യാറാക്കുക, അതിനനുസരിച്ച് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമം അഥവാ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ ഓഫ് 1989 ഒട്ടുമിക്ക റൂളുകളും നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒട്ടുമിക്ക റൂളുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ സിലബസിലെ വലിയൊരു ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത്. ഇനിയെല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു പാർട്ടുകളാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. ഈ വർഷം തന്നെ ഒരു ജോലി കരസ്ഥമാക്കാൻ ശ്രമിക്കുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.